الحمد لله الواحد القهار العزيز الغفار والمهيمن الجبار غافر الذنب وقابل التوب شديد العقاب. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അർഹമുർറാഹിമീനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഇഖ്ലാസുള്ള മുഅ്മിനീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നാം കരുതലോടുകൂടെ കാണുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. നഷ്ടപ്പെടരുത് എന്ന് കരുതുന്നവ, ദുനിയാവിലെ എല്ലാ അനുഗ്രഹങ്ങളും പ്രിയമുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നിൽ, വിശ്വാസികൾക്ക് മുന്നിൽ പ്രത്യേകിച്ചും വെച്ചിട്ടുള്ളത് പരീക്ഷണമായിട്ട്. പരീക്ഷണങ്ങളെ യഥാവിധം മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ മുഅ്മിൻ എന്നത് നമ്മളൊരു ഖുതുബയിൽ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. തവക്കുലിന്റെ പ്രാധാന്യവും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളും നമ്മൾ വിശദീകരിക്കുകയാണ്. ഏതൊരാൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചതേ, അല്ലാഹു ഖളാ ആക്കിയതേ കിട്ടൂ എന്നതിനെ സംബന്ധിച്ച് നമ്മൾ വിശദീകരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഉപജീവനം ഏതു സമയത്തും നാം ശ്രദ്ധ പുലർത്തേണ്ട ഒന്ന് തന്നെയാണ് എന്ന് നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ റിസ്ക് ലഭിക്കുക എന്നത്. എന്നാൽ പലപ്പോഴും മനുഷ്യന് സമ്പാദ്യം തികയാതെ വരുന്നു എന്നുള്ളിടത്താണ് ഏതെങ്കിലും വഴി സമ്പത്ത് വർദ്ധിക്കണം, എങ്ങനെയെങ്കിലുമൊക്കെ ഏതെങ്കിലും മാർഗേണ എൻ്റെ പോക്കറ്റിലേക്ക് 10 പൈസ വന്ന് വീഴണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരാണ് അധികം. പരിശുദ്ധമായ ഹജ്ജും ദുൽഹിജ്ജന്റെ ഫളലുമൊക്കെ മനസ്സിലാക്കി, അതിന്റെ പവിത്രതയും ഒക്കെ ഉൾക്കൊണ്ട് നമ്മിൽ നിന്ന് കടന്നുപോയ ദിനരാത്രങ്ങൾ ചില ഈമാനികമായ ഉണർത്തലുകളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരേണ്ടതുണ്ട്. ഹജ്ജുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹറമിന്റെ പരിസരത്ത് ധാരാളമായി കേൾക്കുന്ന ഒരു പ്രാർത്ഥനയാണ് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബേ, ഞങ്ങൾക്ക് നീ നൽകണമേ, ആതിനാ ഫിദ് ദുനിയ ഹസന, ദുനിയാവിൽ നന്മകൾ നൽകണം, വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ, ആഖിറത്തിലും
എന്റെ പരലോകത്തും എനിക്ക് നന്മകൾ നൽകണം. വഖിന അദാബന്നാർ, നരകത്തിന്റെ അദാബിൽ നിന്ന്, തീയിന്റെ അദാബിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ദുനിയാവിലെ വിഭവങ്ങൾ ലഭിക്കാൻ, സമ്പത്ത് വർദ്ധിക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരുമില്ല. വളരെ ഗൗരവത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദീനിനെ മറന്നുകൊണ്ട് ആഖിറത്തിനെ മറന്നുകൊണ്ട് നമ്മൾ സമ്പത്തിന്റെ പിന്നാലെ ഓടാൻ പാടില്ല. സൂറത്തുൽ ജുമുഅയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നൊരു സംസാരത്തിൽ നമുക്ക് കാണാം, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, ജുമുഅ ദിവസത്തിൽ നിങ്ങളെ ക്ഷണിക്കപ്പെട്ടാൽ, നിങ്ങളെ വിളിക്കപ്പെട്ടാൽ, ജുമുഅയുടെ സമയത്തുള്ള ബാങ്കുലികൾ നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങിയാൽ, അല്ലെങ്കിൽ ജുമുഅ ദിവസം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയിലേക്ക് വന്നാൽ, ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റുകളിലേക്ക് നിങ്ങൾ വരണം. വദറുൽ ബൈഅ, കച്ചവടങ്ങളെ നിങ്ങൾ മാറ്റിവെക്കണം. അത് ജുമുഅയുടെ ഫളിലാണ്. എന്നാൽ എല്ലാ വഖത്തുകളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയവും കൂടിയാണ്. ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ, നിങ്ങൾ ഇൽമുള്ളവരാണെങ്കിൽ, ദാലികും ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തിൽ നമ്മളെ പഠിപ്പിച്ചു. അല്ലാഹുവിന്റെ സ്മരണയിലേക്ക് വരിക എന്നത്, അല്ലാഹുവിന്റെ ദിക്റുകളിലേക്ക് ഒരു വിശ്വാസി ജീവിക്കുക എന്നത് അല്ലാഹുവിന് ഏറെ പ്രിയമുള്ള കാര്യമാണ്. പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മുടെ റിസ്ഖുമായി ബന്ധപ്പെട്ട്, ഉപജീവനവുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് റബ്ബിന്റെ സ്മരണ സദാസമയം ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ നിലനിർത്തണമെന്ന്, ദിക്റുകളായും ഇസ്തിഗ്ഫാറുകളായും തൗബയായും അതുപോലെ തന്നെ അള്ളാഹുവിനെ സൂക്ഷിച്ചും തഖ്വയോടുകൂടിയും ഒക്കെ ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപജീവനം വിശാലമാക്കുകയാണ്. വലദിക്റുല്ലാഹി അക്ബർ, അല്ലാഹുവിനെ ഓർക്കലാണ് ഏറ്റവും വലിയ കാര്യം. ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ, നിങ്ങൾ എന്നെ ഓർക്കണം, ഞാൻ നിങ്ങളെ ഓർക്കാം. വഷ്കുറൂലി വലാ തക്ഫുറൂൻ, നിങ്ങൾ എന്നോട് നന്ദിയുള്ളവരാകണം, എന്നോട് നന്ദി കെട്ട മനുഷ്യന്മാരായി നിങ്ങൾ ജീവിക്കരുത്. അങ്ങനെ അള്ളാഹു ധാരാളം ആയത്തുകളിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. അള്ളാഹുവിനെ ഓർക്കാത്ത നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകാൻ പാടില്ല എന്ന്. നമ്മുടെ ഉപജീവനം വിശാലമാകണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാളുണ്ടാകും. അല്ലെ, നമ്മുടെ കുടുംബം നോക്കണം, നമ്മുടെ മക്കളെ നോക്കണം, മറ്റു കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളിലും നമുക്ക് ദീനിയായ ഒരു സംരംഭത്തിൽ നമുക്ക് ഹദിയ നൽകണം. ഇതിനൊക്കെ സാമ്പത്തികമായി നല്ല ഒരു അവസ്ഥ ഒരു മനുഷ്യനുണ്ടാകണമെന്ന് ഏതൊരു ദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യനും ആഗ്രഹിക്കും. ഇവിടെ അള്ളാഹുവും റസൂലും പഠിപ്പിക്കുന്നത്, നിങ്ങൾക്ക് റിസ്ക് വർദ്ധിക്കണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇസ്തിഗ്ഫാർ എന്ന്. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാൻ എത്ര സമയം വേണം? നമ്മൾ സമയം കണ്ടെത്തണം. അള്ളാഹുവേ, നിന്നോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ അള്ളാഹു നൽകുന്ന വാഗ്ദാനമാണ്. പരിശുദ്ധ ഖുർആനിലൂടെ ആമുഖമായി ഞാൻ ഓതി വെച്ച വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. ഫഖുൽതു, നാം അദ്ദേഹത്തിനോട് പറയുകയുണ്ടായി, ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടണേ. ഇന്നഹു കാന ഗഫാറാ, തീർച്ചയായും അല്ലാഹു എല്ലാം പൊറുക്കുന്നവനാണ്. യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ, വാനലോകത്ത് നിന്നവൻ, ആകാശത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മുന്നിലേക്ക് യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ, മഴ വർഷിപ്പിച്ചു നൽകും. വയുംദിദുകും ബിഅംവാലിൻ വബനീൻ, നിങ്ങൾക്ക് മക്കൾ ഇല്ല എങ്കിൽ, നിങ്ങൾക്ക് സമ്പത്തില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമ്പത്തിൽ വർധനവ് നൽകും. വയുംദിദുകും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ വയജ്അൽ ലക്കും അൻഹാറാ, നിങ്ങൾക്ക് അല്ലാഹു തോട്ടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നദീതടങ്ങളിൽ നിന്ന് ജലാശയങ്ങൾ ഉൽപ്പാദിപ്പിച്ച് അത്തരം സംവിധാനങ്ങളും അല്ലാഹു നിങ്ങൾക്ക് നൽകും.
എത്ര മനോഹരമായ വാഗ്ദാനമാണ് അള്ളാഹുവിന്റെ. ആയത്തിലൂടെ തന്നെ കടന്നുപോയ സൂറത്തുൽ നൂഹിന്റെ വചനങ്ങളാണ്. അപ്പൊ നമുക്ക് അള്ളാഹുവുമായി ഏറ്റവും അടുപ്പം കിട്ടുന്ന സമയങ്ങളിൽ ഇസ്തിഗ്ഫാർ തേടി അള്ളാഹുവേ എന്നോട് പൊറുക്കണം, അതിന്റെ ജീവിതത്തിൽ ഇന്ന തിന്മകൾ സംഭവിച്ചിട്ടുണ്ട്, എത്ര വലിയ ദരിദ്രനും വളരെ സൗമ്യതയോടുകൂടി റബ്ബിന്റെ മുന്നിൽ നിന്ന് ചെലവാക്കേണ്ട സമയങ്ങളിൽ ഇസ്തിഗ്ഫാർ ചൊല്ലാൻ നമുക്ക് കഴിയണം. ഇസ്തിഗ്ഫാർ നമ്മൾ തേടിക്കൊണ്ടേയിരിക്കണം. അള്ളാഹു മഴ വർഷിപ്പിച്ചു നൽകാൻ കാരണമാകുന്ന ഒന്നായി അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. മക്കളില്ലാത്ത മനുഷ്യരുണ്ടാകും, ധാരാളം ആളുകൾ ആ മക്കളില്ലാത്ത ആളുകൾ ഉണ്ടാവും. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു ഓഫറായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മക്കളെ നൽകാനുള്ള ഒരു കാരണം കൂടിയായി ഇസ്തിഗ്ഫാറിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാൻ അത് നമുക്ക് സമയം ഉണ്ടാകേണ്ടതുണ്ട്. അവിടെയാണ് അള്ളാഹു സമ്പത്തിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് വർധനവ് വരുത്താൻ നിങ്ങളുടെ ഇസ്തിഗ്ഫാർ കൊണ്ട് കാരണമാകുമെന്ന് പഠിപ്പിക്കുന്നു. നമ്മുടെ കാര്യങ്ങളെല്ലാം അറിയുന്ന നമ്മുടെ നാഥൻ, നമ്മുടെ റബ്ബ്, അവനോട് തേടുന്ന മനുഷ്യന്, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്ന മനുഷ്യന് നൽകുന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഭൂമിയിൽ ഒരു ജീവജാലവുമില്ല, അതിന്റെ റിസ്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ മേൽ രേഖപ്പെടുത്തിയിട്ടല്ല. ഒരു ജീവിയും അതിന്റെ ഭക്ഷണം അതിന്റെ ചുമലിലേക്ക് നടക്കുന്നില്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജീവജാലങ്ങൾക്ക് ആവശ്യമായ എല്ലാ നിലക്കുള്ള റിസ്ക്കും ഭൂമിയിൽ സംവിധാനിച്ചു വെച്ചിട്ട് അത് കണ്ടെത്തി, അത് ഭക്ഷണമായി, അത് നമ്മൾ ആഹരിക്കുമ്പോൾ എത്ര വലിയ അനുഗ്രഹമാണ്. കടലിന്റെ ആഴിയിൽ ഊളിയിട്ട് നീന്തുന്ന മത്സ്യങ്ങളെ നമ്മുടെ തീന്മേശയിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തലികയിൽ എത്രയോ ആഴത്തിലുള്ള മത്സ്യങ്ങളാണ് നമ്മൾ വെച്ച് കഴിക്കുന്നത്. ഇന്ന മത്സ്യം അത് കഴിക്കാനുള്ളൊരു സൗഭാഗ്യം, അല്ലെങ്കിൽ അത്രയും ആഴിയിൽ നീന്തിയ മത്സ്യം ആ നമ്മുടെ തീന്മേശയിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ തളികയിൽ എത്തുന്നുണ്ട് എങ്കിൽ നമ്മുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെച്ച ഭക്ഷണങ്ങളാണ്. അത് ഏത് നിലക്കായാലും നമ്മളെടുത്ത് പരിശോധിച്ചാൽ എങ്ങനെയാണ്, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ഉപജീവനങ്ങൾ അത് നമ്മളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നു. അല്ലാഹു നിങ്ങളിൽ ചിലരെക്കാളും ശ്രേഷ്ഠന്മാരാക്കിയിട്ടുണ്ട്. അള്ളാഹുമായി ഇസ്തിഗ്ഫാർ തേടിയത് കൊണ്ട് അല്ലെ എത്രയോ ധനികന്മാരല്ലാത്ത മനുഷ്യന്മാർ എത്ര റാഹത്തായി ജീവിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു മാസത്തെ ശമ്പളം അയാൾക്ക് 10,000 രൂപയായിരിക്കും, പക്ഷേ അതുകൊണ്ട് അയാൾ ജീവിക്കുന്നുണ്ട്. ഒരാൾക്ക് 20,000 കിട്ടിയാലും അയാൾ ജീവിക്കുന്നുണ്ട്. ലക്ഷങ്ങളിൽ കിട്ടുന്ന മനുഷ്യരും ജീവിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരേ സമയവും ഒരേ നിലക്കുള്ള അവസ്ഥയും ഒക്കെയാണ് അള്ളാഹു ദുനിയാവിൽ സംവിധാനിച്ചത്. എന്നാൽ ചില ആളുകൾക്ക് അള്ളാഹു ബറക്കത്തായി പല അനുഗ്രഹങ്ങളും നൽകുമെന്ന്. അള്ളാഹു ഉപജീവനത്തിൽ ചില ആളുകൾക്ക് ചിലരെക്കാളും ഫള് നൽകും, ശ്രേഷ്ഠത കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന്. മശാലിൽ റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ റിസ്കിന് വേണ്ടി നടക്കണം. ഇബാദത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം. അതാണ് ഫസ്ഔ ഇലാ ദിക്രില്ലാ എന്ന് പറയുന്നത്. നിങ്ങൾ അള്ളാഹുവിന്റെ ദിക്റുകളിലേക്ക്, സ്മരണകളിലേക്ക് നിങ്ങൾ വേഗത കാണിക്കണം. അള്ളാഹുവിനെ മറന്നിട്ടൊരു ബിസിനസ്, അള്ളാഹുവിനെ മറന്നുകൊണ്ടൊരു ജീവിതം ഇത് പാടില്ല എന്നാണ് അള്ളാഹു റസൂൽ നമ്മളെ പഠിപ്പിക്കുന്നത്. ഉപജീവനത്തിൽ നമുക്ക് വിശാലത ലഭിക്കാൻ ഏറെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഇസ്തിഗ്ഫാർ ചെയ്യുക. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ വിശദീകരിക്കുന്നു. ഇദാ തുബ്തും ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങിയാൽ, നിങ്ങൾ പാപമോചനം തേടി നിങ്ങൾ ഇനിയൊരിക്കലും ആ തിന്മകളിലേക്ക് കടന്നു പോകില്ല എന്ന് ശപഥം ചെയ്ത് ആ തിന്മകളിൽ നിന്ന് വിട്ടുമാറി തൗബ ചെയ്തു മടങ്ങിയാൽ, വസ്തഗ്ഫർതുമൂഹു, അള്ളാഹുവിലേക്ക് നിങ്ങൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ, ഫഅതഅതുമൂഹു, അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കുകയും ചെയ്താൽ, ലഖസ്റ റിസ്ക്, ഒരു നിനക്ക് നമ്മൾ ടെൻഷൻ ആവണ്ട, നിങ്ങൾക്ക് നാം ഉപജീവനം വർദ്ധിപ്പിക്കുമെന്ന് അള്ളാഹു പറഞ്ഞു എന്നാണ് പഠിപ്പിക്കുന്നത്. ലഖസ്റ റിസ്ഖു അലൈക്കും വസഖാകും മിൻ ബറകാത്തിസ് സമാ, ആകാശത്ത് നിന്ന് ബറക്കത്തുള്ള വെള്ളം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞു തരും, അത് നിങ്ങളെ കുടിപ്പിക്കും. അല്ലാഹു വഅംബതലകും മിൻ ബറകാത്തിൽ അർദ്, ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഉപജീവനങ്ങൾ ബറക്കത്തായി അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊണ്ടുവന്ന് നൽകുമെന്ന്. അതുകൊണ്ട് അള്ളാഹുമായി ഇസ്തിഗ്ഫാർ തേടാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. ഒരു വേള നമ്മൾ പലപ്പോഴും നമ്മുടെ നമസ്കാര വേളകളിൽ പോലും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നതിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്ന് നമ്മളൊന്നും നമ്മുടെ നെഞ്ചത്ത് കൈവച്ച് നിന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ അറിയാം. ഒരു വേഗത്തിൽ അതിന്റെ അർത്ഥം അറിയാതെ അള്ളാഹുവിനോട് പൊറുക്കണേ എന്ന് നമ്മൾ പറയണം. ഒരു ദിവസം ഒരു മനുഷ്യൻ 5 നേരം നമസ്കരിക്കുന്ന വേളയിൽ തന്നെ
ഒരു 3 തവണ വീതം പറഞ്ഞാൽ 5 നേരത്തെ വഖത്താകുമ്പോൾ 15 തവണ ആത്മാർത്ഥമായി പറയുന്ന രൂപത്തിലായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിൽ 70 അല്ലെങ്കിൽ 70-ലേറെ 100 തവണയോളം ഇസ്തിഗ്ഫാർ റസൂലുള്ളാഹി തേടിയതായി നമുക്ക് കാണാൻ കഴിയും. നമ്മളൊക്കെ ഇസ്തിഗ്ഫാറിന്റെ വിഷയത്തിൽ ശ്രദ്ധ പുലർത്തണമെന്നാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്, സൂക്ഷ്മതയുള്ള മനുഷ്യന്മാരാകണം. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയണം. നമ്മൾ ഏത് മേഖലയിൽ ജീവിക്കുമ്പോഴും, എവിടെയായിരുന്നാലും, ഏത് സമയത്തായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ബോധം. ഇഹ്സാനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു, തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അള്ളാഹുവിനെ ആരാധിക്കുന്നത് അള്ളാഹുവിനെ കാണുന്നത് പോലെയാണ്. പക്ഷെ നീ അവനെ കാണുന്നില്ല, എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ കാണുന്നുണ്ട് എന്ന പോലെ നമുക്ക് അള്ളാഹുവിനെ ആരാധിക്കാൻ കഴിയും, സൂക്ഷിക്കാൻ കഴിയും. അതുകൊണ്ട് അള്ളാഹു പറയും, വമയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. ആരാണോ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നത്, യജ്അൽ ലഹു മഖ്റജ, അള്ളാഹു അവന് പോംവഴികൾ ഒരുക്കി കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ പ്രതീക്ഷിക്കാത്ത നിലയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഉപജീവനം നൽകും. ഐ മിൻ ജിഹത്തിൻ ലാ തുഹത്തറു ലഹു ബിബാലിഹി, അവന്റെ മനസ്സിൽ ഒരു നിലക്കും അവൻ സങ്കല്പിക്കാത്ത നിലയിൽ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അള്ളാഹു നമുക്ക് ഉപജീവനം, റിസ്ക് നൽകുമെന്ന്. അത് അത്ഭുതമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന രംഗങ്ങൾ പലപ്പോഴും പല ആളുകൾ അനുഭവിച്ചിട്ടുണ്ട്. അതാണ് വിശദീകരിക്കുന്നത് പണ്ഡിതന്മാർ. ഐ മിൻ ജിഹത്തിൻ ലാ തുഹത്തറു ബിഹി ബിബാലിഹി, നിന്റെ മനസ്സുകൊണ്ട് നീ ഒരിക്കലും വിചാരിക്കാത്ത നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഉപജീവനം നൽകും. യഅതീഹി റിസ്ഖു മിൻ ഹൈസു ലാ യഅമലു വ ലാ യർജു, നീ ആഗ്രഹിച്ചിട്ട് പോലും ഉണ്ടാകില്ല, അത് അവിടെ നിന്ന് ഒരിക്കലും നീ പ്രതീക്ഷിച്ചിട്ട് പോലും ഉണ്ടാകില്ല. പക്ഷേ ആ ഭാഗത്ത് നിനക്ക് അല്ലാഹു ഉപജീവനം നൽകും. നമ്മൾ പ്രയാസപ്പെടുന്ന ഘട്ടങ്ങളിൽ, നമ്മൾ സൂക്ഷ്മതയുടെ വശങ്ങളിൽ ജീവിച്ചത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചില അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വെക്കുന്നു. അപ്പോൾ ഒരാളുടെ വേഷമോ, ഒരാളുടെ അടയാളമായി നിൽക്കുന്ന താടിയോ, ഒരാളുടെ തൊപ്പിയോ, ഒരാളുടെ സൗന്ദര്യമോ ഒന്നുമല്ല തഖ്വ എന്ന് പറയും. തഖ്വ എന്ന് പറയാൻ റസൂൽ പറയാം, അത്തഖ്വ ഹഹുന, തഖ്വ എന്ന് പറയാൻ അത് ഹൃദയത്തിന്റെ ഉള്ളിലാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം ആ വേഷങ്ങൾ അണിയണ്ട എന്നല്ല, അങ്ങനെ താടി വളർത്തണ്ട എന്നല്ല, അങ്ങനെ ദീനനുസരിച്ച് ജീവിക്കണ്ട എന്നല്ല പറയുന്നത്. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്കുള്ള അവന്റെ തിരുനോട്ടം എത്തുന്നത്, അവന്റെ സൂക്ഷ്മതയുടെ വശങ്ങൾ അത് ഉൾക്കൊണ്ടെടുക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹൃദയത്തിൽ നിന്ന്. അത്തഖ്വ ഹഹുന, സൂക്ഷ്മത എന്ന് പറയുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് സൂറത്തുൽ അറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ, ആ ജനങ്ങൾ വിശ്വസിക്കുകയും അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശഭൂമികളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്തുകൾ, അനുഗ്രഹങ്ങൾ ആ മനുഷ്യർക്ക് ചൊരിഞ്ഞു കൊടുക്കുമായിരുന്നു. വലാകിൻ കദ്ദബൂ, പക്ഷേ അവർ കളവാക്കി. ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, അല്ലാഹുവിനെ നിഷേധിച്ചുകൊണ്ട് ജീവിച്ചതുകൊണ്ട്, അവർ സമ്പാദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ പിടികൂടി. പ്രവാചകന്മാർ പ്രബോധന ദൗത്യങ്ങളുമായി അവരുടെ മുന്നിലെത്തി. അവരുടെ മുന്നിൽ തൗഹീദ് പറഞ്ഞു, ആദർശം പറഞ്ഞു, അള്ളാഹുവിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അവർ വിശ്വസിച്ചില്ല. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു, സൂക്ഷിച്ചില്ല. അള്ളാഹുവിനെ യഥാവിധം സൂക്ഷിക്കേണ്ട പുറപ്രകാരം സൂക്ഷിച്ചില്ല. ദുരിതവും കഷ്ടപ്പാടും ഒക്കെ നൽകി നിങ്ങളെ പരീക്ഷിക്കുന്ന നിങ്ങളുടെ റബ്ബാണ് നമ്മളെ പരിചയപ്പെടുത്തി. പക്ഷെ അവർ പറഞ്ഞു, അല്ല, ഒരിക്കലും ഞങ്ങൾ അങ്ങനെ പരീക്ഷിച്ചതൊന്നുമല്ല, ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾക്കും അള്ളാഹു ഇങ്ങനെ പരീക്ഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ മനുഷ്യന്മാർക്ക് അള്ളാഹു പരീക്ഷണങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ആളുകൾ അവർ സന്തോഷങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഇതൊന്നും ഒരിക്കലും റബ്ബ് പരീക്ഷിക്കണമെന്നല്ല എന്ന് നിഷേധ സ്വരത്തിൽ, അഹന്തയുടെ ഭാഷയിൽ ആ മനുഷ്യന്മാർ സംസാരിച്ചിട്ടുണ്ട് എന്ന്. അതുകൊണ്ടാണ് അവർ സമ്പാദിച്ചതിന്റെ ഫലമായി അള്ളാഹു അവരെ പിടികൂടിയത് എന്ന്. അതിന്റെ ആമുഖമായി അല്ലാഹു പറയുന്നത്, ആ ആളുകൾ പ്രവാചകന്മാരെ നിഷേധിച്ചിരുന്ന മനുഷ്യന്മാർ അവരെങ്ങാനും ഈമാനുള്ള മനുഷ്യന്മാരായിരുന്നുവെങ്കിൽ വത്തഖൗ, അവിടെ അല്ലാഹു പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ് തഖ്വ എന്നതാണ്. സൂക്ഷ്മത കൂടെ ആ മനുഷ്യർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹു ആകാശത്തുനിന്ന് ബറക്കത്ത് ചൊരിയുമായിരുന്നു, ഭൂമിയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ബറക്കത്ത്, അനുഗ്രഹം നൽകുമായിരുന്നു എന്ന്. അപ്പോൾ ആകാശത്തുനിന്ന് അള്ളാഹു അനുഗ്രഹം ഇറക്കണമെങ്കിൽ, ഭൂമിയിൽ നിന്ന് നമുക്ക്
അനുഗ്രഹങ്ങൾ ലഭിക്കണമെങ്കിൽ, ബറക്കത്ത് ലഭിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പ്രധാനമായും ഉണ്ടാകേണ്ടത് ഇസ്തിഗ്ഫാർ നമ്മൾ പറഞ്ഞു. രണ്ടാമതുണ്ടാകേണ്ടത് തഖ്വയാണ്, സൂക്ഷ്മതയാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഉമയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ എന്നതിനെ വിശദീകരിക്കുന്നത്, ആരാണോ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത് അള്ളാഹുവിന് പോംവഴി ഒരുക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതിനെ വിശദീകരിക്കുന്നത് ഉമയ്യത്തഖില്ലാഹ ഫീഹാ, ആരാണോ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നത്, അംറഹു അള്ളാഹുവിന്റെ കൽപ്പനകളെ, വതറക മാ നഹാഹു അള്ളാഹു നിഷേധിച്ച, അള്ളാഹു ചെയ്യരുത് അരുത് എന്ന് പറഞ്ഞതിനെ അത് വേണ്ട എന്ന് വെക്കുന്ന മനുഷ്യന്മാർ, യജ്അൽ ലഹു മിൻ അംരിഹി മഖ്റജ, അള്ളാഹു അത്തരം ആളുകൾക്കാണ് പോംവഴി ഒരുക്കുന്നത്. അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചു, അത് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയലാണ് സൂക്ഷ്മത. അള്ളാഹു ഒരു കാര്യം അരുത് എന്ന് പഠിപ്പിച്ചു, അള്ളാഹു നഹിയായി പഠിപ്പിച്ചു, അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് സൂക്ഷ്മത പാലിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നിലയിൽ നിങ്ങൾക്ക് ഉപജീവനം നൽകുമെന്ന്. നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത രൂപത്തിൽ അള്ളാഹു നിങ്ങൾക്ക് ഉപജീവനം നൽകും. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം സൂക്ഷ്മതയുടെ വിഷയം പറയുമ്പോൾ ഏറെ ശ്രദ്ധിക്കുന്ന ഒരു ചരിത്രമാണ്. വിശുദ്ധ ഖുർആനിൽ അഹ്സനൽ ഖസസി എന്ന് വിശദീകരിച്ച, കഥകളിൽ വെച്ച് ഏറ്റവും മനോഹരമായ കഥ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച സൂറത്ത് യൂസുഫിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ സൂക്ഷ്മത എത്രയായിരുന്നു നമുക്ക് വായിക്കാൻ. ഇത് വെറുതെ പഠിപ്പിക്കുന്നതല്ല. നമ്മളെയൊക്കെ ജീവിതത്തിൽ ഇത്തരം പ്രതിസന്ധികൾ അല്ലെങ്കിൽ തിന്മകളുടെ വാതിലുകൾ നമ്മുടെ മുന്നിൽ തുറക്കപ്പെടുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ കണ്ണും കൽബും പെണ്ണിന്റെ തൊലിവെളുപ്പിന്റെ പിന്നാലെ പോകുന്ന മനുഷ്യന്മാർ ശ്രദ്ധിക്കേണ്ടത്, ഹറാമായ നോട്ടങ്ങളിലേക്ക് മനുഷ്യന്മാരുടെ കണ്ണുകൾ എത്തുന്നുണ്ട് എങ്കിൽ അവിടെ സൂക്ഷ്മത പുലർത്തേണ്ടത് യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രത്തെ ഓർത്തുകൊണ്ട്. ഒരിക്കലും അത്തരം തിന്മകളിലേക്ക് നമ്മൾ കടന്നു പോകാൻ പാടില്ല. നമ്മുടെ ഹൃദയം ഒന്ന് ചാഞ്ചല്യപ്പെട്ട് അതിലേക്ക് ചാഞ്ഞു പോയാൽ തിരിച്ചെടുക്കേണ്ട ചരിത്രമാണ്. അനാവശ്യങ്ങളിലേക്കുള്ള നോട്ടവും അനാവശ്യമായ ഹറാമുകളിലേക്കുള്ള എത്തിനോട്ടവും ഒന്നും ഒരു മുഅ്മിനിനെ സംബന്ധിച്ച് പാടില്ല എന്നാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം സ്ത്രീകളുടെ വലയിലേക്ക് പോകാതെ പ്രവാചകൻ പറയുന്നുണ്ട്, ഇന്നി യഖാഫുല്ലാഹ്, ഞാൻ ഭയപ്പെടുന്നത് എന്റെ അല്ലാഹുവിനെയാണ്. ഇന്നി യഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ലോകരക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്ക് പേടിയാണ്. അതുകൊണ്ട് നിങ്ങൾ വിളിക്കുന്ന ഈ ഒരു വെളിപ്പുറത്തെത്താൻ, നിങ്ങൾ വിളിക്കുത്തരം നൽകാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ റബ്ബുസ്സിജ്നി അഹബ്ബു ഇലയ്യ, അല്ലാഹുവേ എനിക്ക് ജയിലാണ് ഏറ്റവും നല്ലതായി തോന്നുന്നത് കൊണ്ട് എനിക്ക് ജയിലാണെങ്കിലും ശരി ഈ തിന്മയിലേക്ക് പോകാൻ, ആ സ്ത്രീ വിളിക്കുന്ന വെളിപ്പുറത്തേക്ക് പോകാൻ എന്നെ കിട്ടില്ല എന്ന് പറയാൻ പ്രവാചകൻ കാണിക്കുന്ന ഒരു സൂക്ഷ്മതയും. നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ ആ സ്ത്രീകളുടെ സല്ലാപങ്ങൾ നടക്കുന്നുണ്ടാകും, ഹറാമായ സംസാരങ്ങൾ ഉണ്ടാകും. കുട്ടിയാൽ തുറക്കുന്ന വാതിലുകൾ സുലഭമായി നിൽക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഹൃദയത്തിൽ സൂക്ഷ്മതയുണ്ടാകണം, തഖ്വയുണ്ടാകണം. ഹറാമായതിന്റെ പിന്നാലെയുള്ള ഓട്ടങ്ങളും ഹറാമായ കാര്യങ്ങൾക്ക് പിന്നാലെയുള്ള നടത്തവും അത്തരം സംസാരങ്ങളും ഒന്നും ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. മേലായ റബ്ബിന്റെ സഹായം നമുക്ക് സദാസമയവും ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം, സദാസമയവും ഉണ്ടാകണം. യൂസുഫ് നബി അലൈഹിസ്സലാം പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് ഉയർത്തുന്നത് അദ്ദേഹത്തിന്റെ സൂക്ഷ്മതയുടെ ഫള് കൊണ്ട് പ്രവാചകനെ സംരക്ഷിച്ചതിന്റെ ഫലമായി നമുക്ക് കാണാൻ കഴിയും. രാജാവിന്റെ അടുക്കൽ ഏറ്റവും സ്ഥാനമുള്ള ഒരു മനുഷ്യനായി അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കീൻ അമീൻ എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകനെ കുറിച്ച് പരാമർശിക്കുന്നു. റബ്ബ് പറഞ്ഞത് യൂസുഫ് നബി അലൈഹിസ്സലാമയെ കുറിച്ച് വലാ തുദീഉ വജ്റൽ മുഹ്സിനീൻ എന്നാൽ, വലാ തുദീഉ വജ്റൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്ന മുഹ്സിനീങ്ങളായ നല്ല മനുഷ്യന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം അത് നഷ്ടപ്പെടുത്തുകയില്ല എന്ന്. അതുകൊണ്ട് മുഹ്സിനീങ്ങളായി ജീവിക്കാൻ നമുക്ക് കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയും. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയുള്ളവരായി തീരണമെന്നാണ് ഖുതുബയിലൂടെ ആമുഖമായും അവസാനമായും സൂചിപ്പിക്കും. ഒന്ന്, ഇസ്തിഗ്ഫാറിന്റെ വിഷയത്തിൽ അത് നമുക്ക് ശ്രദ്ധയുണ്ടാകണം. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാൻ നമ്മൾ സമയം കണ്ടെത്തിയാൽ നമുക്ക് റിസ്കിൽ, ഉപജീവനത്തിൽ വർധനവ് നൽകും. രണ്ടാമത് പറഞ്ഞത് സൂക്ഷ്മതാ ബോധമാണ്, തഖ്വയുള്ളവരായി ജീവിക്കണമെന്നാണ്. ഈ രണ്ട് വിഷയങ്ങളിൽ നമ്മൾ സൂക്ഷ്മത പുലർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറുന്ന സജ്ജനങ്ങളിൽ നമ്മെ വരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الواحد القهار الفرد الصمد لم يلد ولم يولد
വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഉസികും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, സൂചിപ്പിച്ചു വന്നത് നമ്മുടെ പ്രയാസങ്ങളിൽ നമ്മുടെ റിസ്ക് വർദ്ധിപ്പിക്കുന്ന നമ്മുടെ റബ്ബിനെ സംബന്ധിച്ചുള്ള കൃത്യമായ അള്ളാഹുവും റസൂലും മനസ്സിലാക്കി തന്ന ചില കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഇനിയും ധാരാളം കാര്യങ്ങളുണ്ട്. അതിൽ ഒരു കാര്യം കൂടെ ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കുകയാണ്. അൽ ഇൻഫാഖു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവാക്കലാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, സമയമാകട്ടെ, സമ്പത്താകട്ടെ, നല്ല കാര്യങ്ങളാകട്ടെ, ഏതൊരു കാര്യവും നമുക്ക് ചിലവാക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണമെന്നാണ് സൂചിപ്പിക്കാൻ. പരിശുദ്ധ ഖുർആനിൽ കാണാം, അശ്ശൈത്വാനു യഅദുകുമുൽ ഫഖർ, പിശാച് നിങ്ങളെ ദാരിദ്ര്യത്തിനെ കുറിച്ച് ഭയപ്പെടുത്തുന്നു. വയഅമുറുകും ബിൽ ഫഹ്ശാ, പിശാച് നിങ്ങളോട് ഫഹ്ശാഇനെ, മ്ലേച്ഛമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നു. വല്ലാഹു യഅദുകും മഗ്ഫിറതൻ മിൻഹു വഫളലാ, അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നത് മഗ്ഫിറത്തും ഫളലുമാണ്, പാപമോചനവും നിങ്ങൾക്ക് ശ്രേഷ്ഠതയും നൽകും. അല്ലാഹു ഔദാര്യമായി നൽകും. വല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു ഏറെ വിശാലനും എല്ലാം അറിയുന്നവനുമാണ് എന്ന്. അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവാക്കിയാൽ പല ആളുകൾ ഇങ്ങനെ സമ്പത്ത് അതങ്ങനെ കൊടുക്കല്ലേ, ഇങ്ങനെ കൊടുക്കല്ലേ എന്ന് പറയുന്ന മനുഷ്യന്മാര്, അല്ലെങ്കിൽ പിശാചിനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പിക്കും, അത് അത്രയും കൊടുക്കേണ്ട ആവശ്യമില്ല, ആ ദീനിന്റെ കാര്യത്തിലായാലും ആ ഒരു പള്ളി നിർമ്മിക്കുന്ന കാര്യത്തിലായാലും ആ ഇന്ന കാര്യങ്ങളിലായാലും അങ്ങനെ കൊടുക്കല്ലേ എന്ന് പറയുന്ന ഒരു ശൈത്വാന്റെ വസ്വാസിൽപ്പെട്ട് നമ്മൾ ആകാൻ പാടില്ല എന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവാക്കുന്നവരെ സംബന്ധിച്ച് ധാരാളം ഉദാഹരണങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നിടത്തൊക്കെ അവർക്കെല്ലാം അള്ളാഹു വാസിഉൻ അലീം എന്ന വിശാലമായ ആ അർത്ഥതലത്തെ നമ്മൾ ഉൾക്കൊള്ളണം. അള്ളാഹു വിശാലനാണ്, എല്ലാം അറിയുന്നവനാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു വിശാലമായി നൽകുന്നവനാണ്. അള്ളാഹു നമുക്ക് പാപമോചനം നൽകാൻ അത് കാരണമായി തീരുന്ന ഒന്നാണ്. നമുക്ക് ഫളല്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഔദാര്യം നൽകാൻ അത് കാരണമായി തീരുന്ന ഒന്നാണ് എന്നൊക്കെ പരിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. നമ്മൾ പട്ടിണിയാകൂ, പ്രയാസത്തിലായി പോകൂ, നമ്മുടെ വരുമാനം കുറയൂ, നമ്മുടെ സമ്പത്ത് കുറഞ്ഞു പോകൂ എന്നൊക്കെ ചിന്തിച്ച് പല ആളുകളും ഹറാമായ വഴികൾ തിരഞ്ഞെടുക്കുന്ന ആളുകളെ നമുക്ക് കാണാം. ഹറാമായ വഴികളിൽ പലിശ എടുക്കുന്ന ആളുകളുണ്ട്, അല്ലേ? പലിശ എടുക്കുന്ന ആളുകളുണ്ട്. കച്ചവടത്തിൽ കൂടുതലായിട്ട് ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകൾ. യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ദാരിദ്ര്യത്തിന്റെ ഭയം കൊണ്ടാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളിൽ നമ്മൾ പോയി അകപ്പെട്ടു പോകുന്നത്. പിന്നീട് ഒരിക്കലും, അല്ലെങ്കിൽ പലപ്പോഴും തിരിച്ചു പോരാൻ പറ്റാത്ത രൂപത്തിൽ കടക്കണികളിൽപ്പെട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യന്മാരെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ആകാൻ പാടില്ല. നമ്മൾ ഹറാമായ മുതല് അത് സമ്പാദിക്കുന്ന അല്ലെങ്കിൽ അത് ഭക്ഷിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. കാരണം എന്താണ്, ആ ഹറാമ് കൊണ്ട് തിന്നുന്നൊരു ശരീരത്തിന് ആകാശലോകത്തേക്ക് ഉയരുന്ന കൈകൾ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല തടഞ്ഞു വെക്കും. ആ പ്രാർത്ഥന അള്ളാഹു ഏറ്റെടുക്കൂല. അല്ലെ, പിന്നെ അങ്ങനെ സമ്പാദിച്ചിട്ട് എന്താണ്? ആ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അൽ ഇൻഫാഖു ഫീ സബീലില്ലാഹ്, അള്ളാഹിന്റെ മാർഗത്തിൽ നമുക്ക് ചെലവാക്കാൻ കഴിയണം. വമാ അൻഫഖ്തും മിൻ ഷൈഇൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏതൊരു കാര്യം ചെലവഴിച്ചാലും ഫഹുവ യുഖ്ലിഫുഹു, അള്ളാഹു ഇതിന് പകരമായി നൽകും. വഹുവ ഖൈറുർ റാസിഖീൻ, അള്ളാഹു ഏറ്റവും നന്നായി നൽകുന്നവനാണ്. മഹാനായ ഖൈസ് റളിയല്ലാഹുവിന്റെ ചരിത്രം പറയുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം ഒരു മനുഷ്യന് കടം കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു സുഹൃത്തിന്. അവ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ കണ്ണോടിക്കുമ്പോൾ അദ്ദേഹം തിരിച്ചു നൽകാൻ വേണ്ടിയിട്ട് ആ പണവുമായി വരുമ്പോൾ അദ്ദേഹം പറയുന്നൊരു മറുപടിയുണ്ട്. ഖൈസ് റളിയല്ലാഹു തിരിച്ചു പറയണത്, ഞങ്ങൾ കൊടുത്തത് തിരികെ വാങ്ങാറില്ല, അത് നിങ്ങൾ തന്നെ വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിരികെ കൊടുക്കുന്ന ആ ഒരു ചരിത്രം നമുക്ക് കാണാം. ഇതൊക്കെ അള്ളാഹു നൽകുമെന്നുള്ള വിശ്വാസവും അള്ളാഹുവിന്റെ വിശാലതയെ കുറിച്ചുള്ള ബോധ്യവും ഒക്കെയാണ് ഇത്തരം സംസാരങ്ങൾക്ക് സ്വഹാബത്തിനെ പ്രേരിതമാക്കിയത്. അതുകൊണ്ട് നമ്മളിങ്ങനെ എല്ലാ ആളുകളിൽ നിന്നും കടം വാങ്ങിയിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുക്കാതിരിക്കാനുള്ള ഒരു സംഭവമായിട്ടല്ലേ പറയുന്നത്. മറിച്ച് സൂക്ഷ്മത എന്നത് അത് ജീവിതത്തിൽ സദാസമയവും ഉണ്ടാകുമ്പോൾ അള്ളാഹു നമുക്ക് ഏറ്റിത്തരുന്ന ബറക്കത്തുകൾ അത് വലുതായിരിക്കും എന്നുള്ള തിരിച്ചറിവ് വിശ്വാസികളായ നമുക്ക് ഉണ്ടാകണമെന്നാണ് ബോധ്യപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ചെലവഴിക്കുന്ന വിഷയങ്ങളിൽ ഒരു കാരണവശാലും നമ്മളൊരു അലംഭാവം ഉണ്ടാകാൻ പാടില്ല, അശ്രദ്ധ ഉണ്ടാകാൻ പാടില്ല. എന്താണോ കഴിയണത് അതെന്ത് ചെയ്യണം, അതൊക്കെ നമ്മൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ചെലവഴിച്ചു കൊണ്ടേയിരിക്കണമെന്നാണ് സൂചിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉപജീവനം വർദ്ധിപ്പിക്കാനുള്ള ഒരു കാരണമായി കൂടെ പഠിപ്പിച്ച വിഷയമാണ് അൽ ഇൻഫാഖു ഫീ സബീലില്ലാഹ്, അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവാക്കൽ എന്നത്. 3 കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഒന്ന്, നമുക്ക് റിസ്ക് വർദ്ധിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആളുകൾക്ക്
അള്ളാഹു റിസ്ക് വർദ്ധിപ്പിക്കും. രണ്ടാമത് തഖ്വയുള്ള മനുഷ്യന്മാർക്ക്, സൂക്ഷ്മത പുലർത്തുന്ന, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ജീവനത്തിൽ വിശാലത നൽകും. 3, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ അവൻ ഇഷ്ടപ്പെട്ട മാർഗങ്ങളിൽ ചിലവഴിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ജീവനത്തിൽ വിശാലത നൽകും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്ന അള്ളാഹുവും റസൂലും പറഞ്ഞ വാചകങ്ങളാണ്. അത് നമ്മൾ മറ്റൊന്നും നമ്മുടെ വാചകമായി കൂട്ടിച്ചേർത്തില്ല. ഇങ്ങനെ വളരെ ഗൗരവത്തിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധ പുലർത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ബറക്കത്ത് ലഭിക്കുന്ന ആളുകളിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നല്ല നിലയിൽ ചെലവഴിക്കുന്ന ആളുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ, മുഹ്സിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ-അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الاعداء. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد والحمد لله رب العالمين.